അപ്പോൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കിന്ന് ഫിറ്റ് ആകുമ്പോൾ അതിന്റെ 6th പാർട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എന്തൊക്കെ എക്സസൈസ് ആണ് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങള് നല്ല പ്ലാൻ ഉണ്ടാക്കണം, ഏതൊക്കെ എക്സസൈസ് ഉണ്ടാക്കാനുള്ള മേജർ ഗ്രൂപ്പ് മസിൽസിന്, ബിഗ് മസിൽസിന് വേണ്ടിയാണ് ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞങ്ങൾ മസിൽസ് ടൈറ്റ് ആകുമ്പോൾ ഞങ്ങൾ സ്കിന്നും ടൈറ്റ് ആവും. അപ്പോൾ യു വിൽ ബി ലുക്കിംഗ് യങ്ങർ. യൂഷ്വലി ഒരു 3 to 4 times a week ആ ചെയ്യേണ്ടത്. നല്ല ഹെവി വെയിറ്റ് എടുത്ത് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും. ചില ഹെവി വെയിറ്റ് എടുത്തിട്ട് ഞങ്ങൾ മാക്സിമം ഫാറ്റിക് ആകുന്നതല്ലേ എന്നുവെച്ചാൽ അതിന് ഞങ്ങൾ പറയുന്ന ടേമാണ് ഫെയിലർ ആകുന്നവരെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 10 to 12 reps ആണ് യൂഷ്വലി ഐഡിയൽ. അത് ഞങ്ങൾക്ക് ഒരു 4 to 5 sets ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ, ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ബോഡി വെയിറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി. കോമൺ ആയിട്ട് ചെയ്യുന്ന സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് ചെസ്റ്റ് പ്രസ്. നിങ്ങൾക്ക് നല്ല മസിൽ കോൺട്രാക്ഷൻ വേണമെങ്കിൽ ആ ബോട്ടത്തിൽ സ്ക്വീസ് ചെയ്യാൻ ഫോക്കസ് ചെയ്യുക. റോസ് അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി പോകുമ്പോൾ ഞങ്ങൾ സ്ലോ ആയി മൂവ് ചെയ്യണം. സ്ക്വാട്സ് പിന്നെ ബോട്ടം എത്തുമ്പോൾ ഡീപ്പ് സ്ട്രെച്ച് ചെയ്യുക. ലഞ്ചസ് ഇതിനു വേണ്ടിയിട്ടും നിങ്ങൾ ഡീപ്പ് സ്ട്രെച്ച് ചെയ്യണം. ഷോൾഡർ പ്രസ്സസ് നല്ല മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ വെയിറ്റ് നന്നായി കൂട്ടണം. ബൈസെപ്സ് കേർൾസ് ഈ വർക്കൗട്ടിൽ നിങ്ങളുടെ എൽബോസ് എത്ര സ്ട്രൈറ്റ് ആക്കാൻ പറ്റുമോ അത്ര സ്ട്രൈറ്റ് ആക്കുക. ട്രൈസെപ്സ് എക്സ്റ്റൻഷൻസ് എക്സെൻട്രിക് മൂവ്മെന്റിലേക്ക് പോകുമ്പോൾ വെച്ചാൽ അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി പോകുമ്പോൾ ഞങ്ങൾ സ്ലോ ആയി മൂവ് ചെയ്യണം. ഇതാണ് കോമൺ ആയിട്ട് ചെയ്യുന്ന എക്സസൈസ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ബൈ.